ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു രാജ്മ മസാല കറിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ രാജ്മ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണിത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ രാജ്മ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാജ്മ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരിയെടുത്തതാണിത്. ഒരു കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുറച്ച് പെരുംജീരകം, കുറച്ച് ജീരകവും ആവശ്യമുണ്ട്. നമ്മളൊരു കുക്കർ എടുത്തു. ആ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോള കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ചൊന്ന് സവാള വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആകുന്നവരെ സവോള വഴറ്റിയിട്ടില്ല. ഒന്ന് കുറച്ച് പച്ചപ്പ് മാറിക്കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കൊടുത്തു. കുറച്ച് സവോളയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിക്കായും നല്ലതുപോലെ വെന്ത് വരണം. തക്കാളിക്കായും കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. സവോളയും തക്കാളിക്കൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടണം. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. ഇനി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് സമയം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി നമ്മൾ
1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറി വരുന്നവരെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഒരു നല്ലതുപോലെ കുറുകി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന രാജ്മ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. രാജ്മ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുത്ത് കുക്കറിൻ്റെ അടപ്പടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രാജ്മയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രാജ്മ ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൈകൊണ്ട് നല്ലതുപോലെ പൊടിച്ച് ആ കസ്തൂരി മേത്തി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. കറി നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചാറാക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചാറാക്കി ഈ കറി എടുത്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതുപോലെ കുറുകിയാണ് ഇരിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പാത്രത്തിലിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.